എല്ലാവർക്കും നമസ്കാരം. സുഖമില്ല എല്ലാവർക്കും. ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വസ്തുമമ്മയെ കാണിച്ചു തന്നിട്ടുള്ളത് എങ്ങനെയാണ് റാസ്ബെറി ഐസ്ക്രീം ഉണ്ടാക്കുക എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഐസ്ക്രീം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇതിൽ നമ്മൾ എസൻസോ കളറോ ഒന്നും ചേർക്കുന്നില്ല. അത് കാരണം നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടാലോ. എന്നാലത്തെ ഒരു കാര്യം പറയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരികയാണ്. നമ്മളിതെങ്ങനെ വെർട്ടിക്കലായിട്ട് ഫോൺ വെച്ച് നമ്മളുടെ യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ വേറെ എന്ത് വീഡിയോസോ അല്ലെങ്കിൽ സിനിമയൊക്കെ കാണുമ്പോൾ കാണുന്ന ആ ഒരു സുഖം എനിക്ക് തോന്നാറില്ല കേട്ടോ. നേരെ മറിച്ച് നമ്മൾ ഹൊറിസോണ്ടൽ ടൈപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹൊറിസോണ്ടൽ ടൈപ്പിൽ നമ്മൾ കാണുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നവര് ഒന്ന് ഇങ്ങനെ വെച്ച് കണ്ടു നോക്കൂ, അതിന്റെ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അറിഞ്ഞില്ലെങ്കിൽ അറിയാത്തവർക്ക് ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ നോക്കിയാലോ. പഞ്ചസാര, പാല്, കണ്ടൻസർ മിൽക്ക്, മിൽക്ക് പൗഡർ, ജെല്ലി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ജെല്ലി വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നല്ല ബ്രാൻഡ് നോക്കി വാങ്ങണം, വായിച്ചു നോക്കി വാങ്ങിക്കണം. നമ്മൾ വാങ്ങിയത് 100% വെജിറ്റേറിയൻ എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അളവെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ജെല്ലി ഇട്ട് കൊടുക്കുക. 1/4 ലിറ്റർ വെള്ളം, അതായത് ചൂടുള്ള വെള്ളം, തിളച്ച വെള്ളം ജെല്ലിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്ത് കളറല്ലേ, നല്ല ഭംഗിയിലെ കളറ്. ഇതാണ് നമുക്ക് കളറും എസൻസും ഒന്നും ഇതിൽ ചേർക്കണ്ട കേട്ടോ, ഇത് മാത്രം മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മധുരമാണ്. ഓരോരുത്തരുടെ വായിക്ക് ടേസ്റ്റ് ആയിട്ടുള്ള മധുരം എടുക്കുക. അതായത് ഐസ്ക്രീമിന് എപ്പോഴും മധുരം ആവശ്യമാണല്ലോ അല്ലേ. വേണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് അവിടെ ഇരുന്ന് തണുക്കട്ടെ. ഫ്രിഡ്ജിലൊന്നും വെച്ച് തണുപ്പിക്കരുത്, പുറത്തന്നെ ഇരുന്ന് തണുക്കട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. പിന്നെ നമുക്ക് വേണ്ടത് പാലല്ലേ. അപ്പോൾ പാല് ഒരു പാത്രത്തിലെടുക്കുക. ആ പാല് തിളപ്പിക്കുക. അതും ഈ പറഞ്ഞ കൂട്ടത്തിൽ പാട വരരുത്. നന്നായിട്ട് ഇളക്കി തിളച്ച് വരട്ടെ. നന്നായിട്ടത് തിളച്ച് വരട്ടെ കേട്ടോ. പാല് തിളച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നാലും ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, പാട വരുള്ളൂ. നമ്മൾ എടുത്ത് വെച്ച മിൽക്ക് പൗഡർ ആ ചൂടുള്ള പാലിലേക്ക് ഇട്ട് കൊടുക്കുക. കട്ട കെട്ടാതെ ഇളക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, കട്ട വരരുത്. പിന്നെ വേണ്ടത് കണ്ടൻസർ മിൽക്കാണ്. നമ്മൾ എടുത്ത് വെച്ച കണ്ടൻസർ മിൽക്കും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പാലും അവിടെ ഇരുന്ന് തണുക്കട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഫ്രിഡ്ജിലൊന്നും വെച്ച് തണുപ്പിക്കരുത്, പുറത്തന്നെ ഇരുന്ന് തണുക്കട്ടെ. അതുപോലെ ജെല്ലിയും തണുക്കട്ടെ. തണുത്ത ശേഷം ജെല്ലി നമ്മളുടെ പാലിൻ്റെ കൂട്ടുണ്ടല്ലോ, ആ പാലിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല സൂപ്പർ കളറായില്ലേ. ഇപ്പോൾ 12 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കുക. അപ്പോൾ ഫ്രീസറിൻ്റെ തണുപ്പ് കൂട്ടി കൊടുക്കണം കേട്ടോ. ഇതുണ്ടോ, നല്ല തണുത്ത് വന്നിട്ടുണ്ടോ, നല്ല ഉറച്ച് വന്നിട്ടുണ്ട് അല്ലേ. 12 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഒരു മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. നമ്മളുടെ ഐസ്ക്രീം എല്ലാം ഇങ്ങനെ അടിച്ചിട്ട് വീണ്ടും സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കരുത്. നല്ല കട്ടിയുള്ള വൃത്തിയുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. എന്നാലാണ് നല്ല സോഫ്റ്റായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് കിട്ടുക. സ്റ്റീൽ പാത്രത്തിലാവുമ്പോൾ അത് വീണ്ടും ഇങ്ങനെ ഉറച്ച പോലെയാവും. ഇത് നല്ല സ്മൂത്തായിട്ട് നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. സ്ട്രോബെറി, വാനില, ചോക്ലേറ്റ് എല്ലാത്തിനും ജെല്ലി കിട്ടും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നോക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം. 12 മണിക്കൂർ വീണ്ടും ഫ്രീസറിൽ വെക്കുക. അത് കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ ഐസ്ക്രീം കിഡിലനായിട്ടില്ലേ. ഐസ്ക്രീം സ്കൂപ്പർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എടുക്കാം. അതില്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കുഴിയുള്ള കയ്യിലുണ്ടാവുമല്ലോ, നമ്മളെല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും. അതുകൊണ്ട് എടുക്കുമ്പോൾ നോക്കൂ, ഐസ്ക്രീം സ്കൂപ്പറിനെക്കാട്ടിലും കേമായിട്ടാണ് കിട്ടുന്നത് അല്ലേ. നല്ല ഉരുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇതിൽ മുകളിൽ അലങ്കാരപ്പണികൾ ചെയ്യാം. നട്ട്സ് ചെറിയ കഷ്ണാക്കി ഇടാം. പിസ്ത, ബദാം, ടൂട്ടി ഫ്രൂട്ടി, സ്പ്രിങ്കിൾസ് ഒക്കെ നമുക്കിടാം കേട്ടോ. അതെല്ലാം നമ്മളെ വീട്ടിൽ എന്തുണ്ടോ, നമുക്ക് എന്താണോ ടേസ്റ്റ് തോന്നുന്നത് അത് ഇടാം.
നമ്മളുടെ കുട്ടികൾക്ക് നല്ലപോലെ ഇഷ്ടാവും അല്ലേ? ഈ ചൂട് കാലത്ത് കഴിക്കാൻ നല്ല സൂപ്പറായിട്ടുള്ള ഐസ്ക്രീമാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഈ റാസ്ബെറിയും സ്ട്രോബെറിയും തമ്മിലുള്ള ടേസ്റ്റ് എനിക്ക് മനസ്സിലാവില്ല. രണ്ടിനും എനിക്ക് ഒരേ ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ വാങ്ങിയിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇൻട്രോയിൽ പറഞ്ഞത് ഞാനിതിൽ കാണിക്കുന്നുണ്ട്, ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. ഇതാ ഇങ്ങനെ നമ്മൾ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുമ്പോൾ കണ്ടോ, രണ്ടിൻ്റെയും വ്യത്യാസം കണ്ടോ? കാണാൻ തന്നെ എന്താ ഒരു ഭംഗിയില്ലേ? അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.